നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെളുക്കുന്നത് വരെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അയ്യോ, എന്താ അമ്മേ, സുഖമില്ലാതായോ? എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നേ? അതല്ല മോളെ, നീ അനുഭവിക്കുന്ന വേദന അതോർത്തിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എല്ലാം അമ്മയുടെ വെറും തോന്നല. എനിക്ക് ഒരു വിഷമവുമില്ല. അല്ല, നീ മനസ്സിലെ വിഷമമെല്ലാം ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷം ഭാവിക്കുക. അല്ലമ്മേ, എനിക്കിപ്പോ ശരിക്കും സന്തോഷ. എന്റെ നഷ്ടപ്പെട്ട ഓർമ്മകള് തിരിച്ചു കിട്ടിയല്ലോ. അത് മാത്രമല്ല, ചേച്ചി അദ്ദേഹവും എന്നെ ഒരാളെ കരുതിയ ശാന്തിമുഹൂർത്തം വരെ മാറ്റിവെച്ചത്. അത് കുടുംബത്തിലെ എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് നടത്താൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടുമായിരുന്നില്ല. ഇനി അദ്ദേഹവും ചേച്ചിയും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ എന്റെ അമ്മുവിന്റെ ജീവിതം, അതിനിപ്പോ എന്താ പറ്റിയത്? ഞാനിവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തോ എനിക്ക് വല്ലാത്ത കുറ്റബോധം പോലെ. അതാ ഞാൻ രാവിലെ തന്നെ നിന്നെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്ന്. കുറ്റബോധോ? അതെന്തിനാ? ഇന്നലെ ആ ശാന്തി മുഹൂർത്തത്തിൽ സഞ്ജുവിന്റെ റൂമിൽ സ്വാതിക്ക് പകരം ഉണ്ടാകേണ്ടിയിരുന്നത് എന്റെ അമ്മുവോ? എന്റെ ലച്ചുവിന്റെ കഴുത്തില എന്റെ മോൻ ആദ്യം താലി കെട്ടിയത്. എന്റെ മനസ്സിലിപ്പോഴും എന്റെ മരുമകളെ നീയ. അങ്ങനെയല്ലെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല. അപ്പോ ശ്രീദേവിക്ക് മുന്നേ ഈ സത്യം അറിയായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അഭിനയിച്ചതാ. അമ്മേ, ഞാൻ പലതവണ പറഞ്ഞതല്ലേ, എന്റെയും അദ്ദേഹത്തിന്റെയും മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ലെന്ന്. ഞാൻ ആത്മാർത്ഥതയോടെ ചേച്ചി അദ്ദേഹത്തിനെ ഒന്നിപ്പിച്ചത്. അത് നിന്റെ മനസ്സിന്റെ നന്മയാ. പക്ഷെ എനിക്ക് എന്റെ മോളോട് എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ തോന്നുക. എന്റെ മോള് മുന്നിൽ നിൽക്കുമ്പോ എനിക്കെന്തോ എന്റെ തല കുനിഞ്ഞു പോവാ. എന്റെ ഈശ്വരന്മാരെ, ഇനി എങ്ങനെ ഇതെല്ലാം ഒന്ന് പരിഹരിക്കുക? അമ്മേ, അമ്മ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്ക. അല്ല മോളെ, അതങ്ങനെയല്ല. ഞാനും കൂടി ചേർത്ത് എന്റെ മോളോട് പൊറുക്കാനാവാത്ത തെറ്റാ ചെയ്ത്. അമ്മ വന്നേ, നമുക്ക് പോവാം. വാ വാ അമ്മേ. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശ്രീദേവിയുടെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെയാണ് മോഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.